കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആകട്ടെ ഇറാനിൽ മാരകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇത് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന്റെ ഹൃദയഭാഗമായ ടെഹ്റാനും രാജ്യത്തുടനീളമുള്ള മറ്റു പ്രധാന സ്ഥലങ്ങളും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണത്തിൽ മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഉൾപ്പെടെയുള്ള സൈനിക നടപടിയുടെ ദൃശ്യം അത് എടുത്തു കാണിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. US സെൻട്രൽ കമാൻഡാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. US കരസേന പ്രവർത്തിക്കുന്ന HIMARS അഥവാ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖൊമേനിയുടെ മരണവാർത്ത ഇറാനെ ആകെ തന്നെ രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ വീഡിയോ ദൃശ്യം പുറത്തു വരുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള US ആകട്ടെ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതായി അതിനായി തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു ദൗത്യം ഓപ്പറേഷൻ കൂടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഒരു സംഘർഷം അതീവ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാനും എണ്ണ സമ്പന്നമായ രാജ്യത്തെ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനുമെതിരെ ആക്രമണത്തിൽ ഒരു പ്രധാന പ്രാദേശിക സഖ്യകക്ഷിയായി തന്നെ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും ഓപ്പറേഷനിൽ പങ്കുചേരുകയാണ്. ആക്രമണങ്ങളിൽ ഉപയോഗിച്ച മിസൈലുകളും മറ്റ് ആയുധങ്ങളും സുപ്രീം നേതാവിനെയും വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് സൂചന. കൊല്ലപ്പെട്ടവരിൽ ഖൊമേനിയുടെ മക്കളും ഒരു കൊച്ചുമകനും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളിൽ വിവിധ അത്യാധുനിക സൈനിക സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ബജറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ US സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, അതേപോലെ തന്നെ സൂയിസൈഡ് ഡ്രോണുകൾ, ടൊമഹോക്ക് മിസൈലുകൾ എന്നിവയെല്ലാം തന്നെ വിന്യസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോയിൽ ഒരു US ക്രൂയിസ് കപ്പലിൽ നിന്ന് ടൊമഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് അത്തരത്തിൽ വിക്ഷേപിക്കുന്നതായി തന്നെ പകർത്തിയ ഒരു വീഡിയോ ദൃശ്യമടക്കം പുറത്തു വരികയും ചെയ്തു. സെൻട്രൽ കമാൻഡിന്റെ എക്സ്പോസ്റ്റിൽ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള അസാമാന്യമായ ഭീഷണികൾ ഇല്ലാതാക്കി അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രസിഡന്റ് ധീരമായ നടപടികൾക്ക് ഉത്തരവിട്ടു. സെന്റ്കോം സേന അതിശക്തവും അതുപോലെ വിട്ടുവീഴ്ചയില്ലാത്തതുമായ പ്രഹരം നൽകുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആക്രമണങ്ങൾ ആരംഭിച്ചതോടുകൂടി തന്നെ ഖൊമേനിയുടെയും ഇറാനിലെ അദ്ദേഹത്തിന്റെ ഭരണത്തോടുമുള്ള തന്റെ ദീർഘകാല എതിർപ്പ് ട്രംപ് വീണ്ടും വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അനുയോജ്യമല്ല എന്നും വ്യക്തമാക്കുന്നു. അമേരിക്കയും അതിന്റെ പ്രധാന ദേശീയ സുരക്ഷാ താൽപര്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് ഇറാൻ തുടരുന്നതായി തന്നെ അമേരിക്ക വ്യക്തമാക്കുകയും പ്രധാന യുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 8 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ട്രംപ് ഓപ്പറേഷൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരുടെ മിസൈലുകൾ നശിപ്പിക്കുകയും അവരുടെ മിസൈൽ വിന്യാസം നിലംപരിശാക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇറാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ US സൈന്യം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സംയോജനം ഉപയോഗിക്കുകയും അതേസമയം മധ്യപൂർവ്വ ദേശത്തെ തങ്ങളുടെ താവളങ്ങളെ അവിടെ പ്രതികാര നടപടികളിൽ നിന്ന് സംരക്ഷിക്കാൻ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. സൈനിക സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പേര് വെളിപ്പെടുത്താതിരുന്ന നിബന്ധനയോടുകൂടി സംസാരിച്ച ഒരു US ഉദ്യോഗസ്ഥനാകട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിയൻ ലക്ഷ്യത്തിലേക്ക് അവിടെ അടുക്കുകയും മിസൈലാകട്ടെ വിക്ഷേപിക്കുകയും ചെയ്തതായി തന്നെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അതേസമയം കരസേന ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം അല്ലെങ്കിൽ HIMARS വിന്യസിപ്പിച്ചതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.